അദ്ദേഹം ശബരിമല ഡ്യൂട്ടിക്ക് പമ്പയിൽ നിന്ന് കയറുന്ന ഭാഗത്ത് അപ്പോൾ ഒരു അമ്മച്ചി വൈകിട്ടായപ്പോഴത്തേക്കും ഒരു അമ്മച്ചി വന്നു. ഇവർക്ക് ഭയങ്കര 75-80 വയസ്സുണ്ടെന്ന് ഇവർക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ. അപ്പോൾ അവർ കൊച്ചുമോനുമായിട്ടാണ് വന്നിരിക്കണം. അപ്പോൾ ഇവർക്ക് ഹാർട്ട് വീക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കയറേണ്ട, കൊച്ചുമോൻ്റെ അടുത്ത് മലയിറങ്ങി പോകാൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ഒരു കെട്ട് അപ്പവുമായിട്ട് വന്നു. മലയിറങ്ങി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിനെക്കാളും വലിയ ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അതേ വാചകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സ്ത്രീകളുടെ സ്തനവും യോനിഭാഗവും. കാര്യം അടുത്തൊരു ജനറേഷനെ ഇത് ചെയ്യുന്നത് ആ 2 ഭാഗങ്ങളാണ്. അത് ഭൂമിക്ക് താങ്ങുകയില്ല എന്നാണ് പറയുന്നത്. തിരുപ്പതി ശരിക്ക് മഹാവിഷ്ണു ഉണ്ടെങ്കിലും അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് കൂടുതൽ. ഗുരുവായൂർ ചെന്നിട്ട് കൃഷ്ണ എന്നൊന്ന് വിളിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് കുറെ കൂടാരോ ഇപ്പോൾ നടപ്പന്തലൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് വെറുതെ കൃഷ്ണനെ നോക്കി കൃഷ്ണ എന്നൊന്ന് വിളിക്കുക. നമ്മുടെ ചുറ്റിനും ഒരു കാറ്റ് കറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് തിരുപ്പതി ചെല്ലുന്നവരൊക്കെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യം അത്. ആ ആള് പുനർജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയിൽ കയറിയിട്ട് ഈ കുട്ടീനെ കൃഷി കാണിക്കണത്. അപ്പോൾ ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കുക. ഈ കുട്ടിയുടെ ആര് വിളിച്ചാലും ആ പയ്യന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവന് താല്പര്യം തോന്നണമല്ലോ. അവൻ ആ ജന്മത്തിൻ്റെ ഓർമ്മകളൊന്നും അവനില്ല. പക്ഷെ ഇതിൽ കയറുന്ന ആത്മാവ് ആ ഓർമ്മകൾ കാണിക്കുന്നുണ്ട്. ഒരാളെ ബന്ധിച്ചു കഴിഞ്ഞാൽ, ഒരാത്മാവിനെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ഇവർ ആ ബന്ധനത്തിൽ നിന്ന് പോകും. ചിലപ്പോൾ ആ വൃക്ഷം ഈ ഡോക്ടർ പത്മകുമാർ, അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഇടയ്ക്ക് വായിച്ചു, ഏതോ ഒരു വനിതാ മാഗസിനിലാണ്. അദ്ദേഹം ശബരിമല അമ്പലത്തിൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. മാം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ശബരിമല ഡ്യൂട്ടിക്ക് പമ്പയിൽ നിന്ന് കയറുന്ന ഭാഗത്ത് അപ്പോൾ ഒരു അമ്മച്ചി വൈകിട്ടായപ്പോഴത്തേക്കും ഒരു അമ്മച്ചി വന്നു. ഇവർക്ക് ഭയങ്കര 75-80 വയസ്സുണ്ടെന്ന് ഇവർക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ. അപ്പോൾ അവർ കൊച്ചുമോനുമായിട്ടാണ് വന്നിരിക്കണം. ശ്വാസം മുട്ടലായിട്ട് ഇത് ചെയ്തിരിക്കുക. അപ്പോൾ ഇവർക്ക് ഹാർട്ട് വീക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കയറേണ്ട, കൊച്ചുമോൻ്റെ അടുത്ത് കെട്ടുമായിട്ട് പോകാൻ പറഞ്ഞു. അമ്മച്ചി കയറണ്ട ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അവിടെ ഏതാണ് സ്ഥലം എന്ന് മനസ്സിലാകുന്നില്ല, പശ്ചിമേടാണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടെ റെസ്റ്റ് എടുത്തോ, അമ്മച്ചി പോകണ്ട, അവർ പോട്ടെ, കെട്ട് അവരുടെ അടുത്ത് കൊടുത്തു വിടാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം അവിടെ പറഞ്ഞു, അമ്മച്ചിനെ വിടരുത്, നോക്കിക്കോളണം, കാര്യം മുകളിലേക്ക് കയറാൻ പറ്റാതെ, ഹാർട്ട് അത്രയും വീക്കാണ്, റിസ്ക് ആണെന്ന് പറഞ്ഞു. ഇതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. പിറ്റേ ദിവസം അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഈ അമ്മച്ചിനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, അമ്മച്ചി എന്തിന്? അല്ല, ഇവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. അവൻ കണ്ട രാത്രി ബാത്റൂം പോയത്. അപ്പോൾ ഇവർക്ക് പേടിയായി, രാത്രി ഇനി എവിടെയെങ്കിലും കാട്ടിലേക്ക് പോയാ എന്താണെന്നുള്ള പേടിയായി. ഉച്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ഒരു കെട്ട് അപ്പവുമായിട്ട് വന്നു. മലയിറങ്ങി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിനെക്കാളും വലിയ ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അതേ വാചകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാര്യം അങ്ങേക്കാളും വലിയ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം തീരുമാനിക്കണം ഞാൻ അവിടെ വരണോ വേണ്ടേന്ന്. വിൽ പവർ, അവരുടെ ആ മനസ്സിൻ്റെ ആ പവർ വെച്ചിട്ട് അവരവിടെ എത്തി. ആ മനസ്സിൻ്റെ പവറിലാണ് പ്രാർത്ഥന കിടക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ചൊല്ലുന്ന നാമങ്ങളിലല്ല. ആ സമയത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ സമയത്ത് അവർ ഈ ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഹാർട്ട് വീക്കാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമായിരുന്നു. മനസ്സിലായി? പക്ഷേ ഞാൻ അയ്യപ്പനെ കാണുന്നുള്ള വിശ്വാസത്തിൽ മുകളിൽ ചെന്ന് അയ്യപ്പനെ ദർശനം ചെയ്ത് അവർ പ്രസാദവും വാങ്ങിച്ച് താഴെ എത്തി ഡോക്ടറെ കാണുകയാണ്. ആ ഡോക്ടറെ കണ്ടിട്ട് പറയുകയാണ്, ഇതിലും വലിയ ഡോക്ടർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ് മെയിൻ. ഈ വിശ്വാസമാണ് നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ചിലത് നമ്മുടെ വിശ്വാസത്തിനുള്ളിൽ നിൽക്കില്ല. അത് നമ്മൾ ചെയ്ത ചില കാർമ്മിക ഇത് നമുക്ക് എഫക്റ്റ് വരും. ഇപ്പോൾ പറയാറുണ്ടല്ലോ, ശനിയുടെ ഇതിൽ ഞാൻ പറഞ്ഞിട്ട്, ശനിയായിട്ട് നമുക്കൊന്നും തരുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്ത ചില കാര്യങ്ങളുടെ ജഡ്ജ്മെന്റ് നടപ്പാക്കൽ, എക്സിക്യൂഷൻ ആ സമയത്ത് നടക്കും. ജഡ്ജ്മെന്റ് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ ജഡ്ജ്മെന്റ് തീരുമാനമായി. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ, വിധി നടത്തിപ്പാണ് ഈ സമയത്ത്, ആ സമയമാണ്. പക്ഷെ അതിൽ നിന്ന് ഇതറിഞ്ഞിട്ട് നല്ല നടപ്പിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഈ ശനിയുടെ സമയത്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല നടപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാം. അതാണ് ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ കാലമായി ആഗ്രഹിച്ചൊരു കാര്യം. അങ്ങനെ ഞാൻ പോയി, അമ്മയുടെ കൂടെ പോയപ്പോ അപ്പോഴാണ് ഞാൻ എപ്പോഴും കാണുന്നത്, നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സ്ത്രീകൾ പക്ഷെ അങ്ങനെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. സ്ത്രീകൾ നമസ്കരിക്കാൻ മുട്ടുകുത്തിയിട്ടാണ് സ്ത്രീകൾ നമസ്കരിക്കുന്നത്. അതിന്റെ പണ്ട് കാലം മുതലേ കാണുന്നതാണ്. പക്ഷെ അവിടെ എനിക്ക് ഒരുപാട് പേര് നമസ്കരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വളരെ കുറെ നേരം നോക്കി നിന്നപ്പോ സ്ത്രീകൾ നമസ്കരിക്കുന്നില്ലല്ലോ അങ്ങനെ.
സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല, സ്ത്രീകൾ മുട്ടുകുത്തിയിട്ടാണ് നമസ്കരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുരു പറയുന്നത് സ്ത്രീകളുടെ സ്തനവും യോനിഭാഗവും. കാര്യം അടുത്തൊരു ജനറേഷനെ ഇത് ചെയ്യുന്നത് ആ 2 ഭാഗങ്ങളാണ്. അത് ഭൂമിക്ക് താങ്ങുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഭാരം ഭൂമിക്ക് താങ്ങുകയില്ല കൊണ്ടാണ് അവർ ദീർഘ നമസ്കാരം ചെയ്യാൻ പാടില്ല, ശയനപ്രദക്ഷിണവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, തിരുപ്പതി അമ്പലത്തിൽ മാത്രം സ്ത്രീകളെ ശയനപ്രദക്ഷിണം ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പതി ശരിക്ക് മഹാവിഷ്ണു ഉണ്ടെങ്കിലും അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് കൂടുതൽ. അതുകൊണ്ടാണ് തിരുപ്പതി ചെല്ലുന്നവരൊക്കെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യം. അതാ പ്രത്യക്ഷ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെയുണ്ട്, തിരുപ്പതിയിലുണ്ട്. ഈ ഒരു കാര്യം കൊണ്ടാണ്. ഇപ്പോൾ ഗുരുവായൂർ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം. നമ്മളെ ഗുരുവായൂർ ചെന്നിട്ട് കൃഷ്ണ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് കുറേ കൂടാരോ ഇപ്പോൾ നടപ്പന്തലൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് വെറുതെ കൃഷ്ണനെ നോക്കി കൃഷ്ണ എന്നൊന്ന് വിളിക്കുക. നമ്മുടെ ചുറ്റിനും ഒരു കാറ്റ് കറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത പ്രാവശ്യം എന്തായാലും പരീക്ഷിക്കാനായിട്ട് നോക്കരുത്. പക്ഷേ ഒന്ന് അവിചാരിതമായിട്ട് കൃഷ്ണ എന്ന് വിളിക്കും നമ്മൾ. ആ സമയത്ത് നോക്കുക, നമ്മൾ നിൽക്കുന്നിടത്തൊരു കാറ്റ് വന്നിരിക്കും. അത് ആ നടപ്പന്തല് സാധാരണ കാറ്റ് നേരിട്ട് വീശാത്ത സ്ഥലത്ത് വന്നാലും ഒരു കാറ്റ് വന്നിരിക്കും. അത് പല അമ്പലങ്ങളിലുണ്ട്, ഈ കൃഷ്ണൻ്റെ അമ്പലത്തിലും ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഗ്രൂപ്പുണ്ട് കുറച്ച് പേരുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇത് പറയാറുണ്ട്, നിങ്ങളൊരു ഏത് അമ്പലത്തിൽ ചെല്ലുക, അവിടെ ചെന്നിട്ട് നിങ്ങൾ തീവ്രമായിട്ട് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളിലൂടെയാണ് ദൈവം റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കാര്യം പറയുന്നു, മാം ഒരു അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആ സമയത്ത് വിളക്കിലെ തിരിനാളം ഒന്ന് മുകളിലോട്ട് ഇത് വരും, ഇല്ലെങ്കിൽ അവിടുത്തെ പൂവൊന്ന് താഴോട്ട് വീഴും, ഒരു മാലയിലൊരു ചലനം ഉണ്ടാകും. നമ്മുടെ തീവ്രമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകും. പരീക്ഷിക്കാനായിട്ട് പറയരുത്. ഇല്ല, എനിക്ക് വീടിനെ ബന്ധപ്പെട്ടിട്ട് ഒരു കോവിലുണ്ട് അയ്യപ്പന്റെ. അപ്പൊ അവിടെ ദീപസ്തംഭം കത്തിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട് ഒരു മാസത്തിൽ ഒരു ദിവസം കത്തിക്കാറുണ്ട്. അപ്പൊ അമ്മ അത് പോയി കണ്ട് അമ്മ തൊഴാൻ പോകും. ഞാൻ അവിടെ ഇല്ലെങ്കിൽ അമ്മ പോകാറുണ്ട്. അപ്പൊ അമ്മ പോകുമ്പോ ദീപസ്തംഭത്തിന്റെ ആ ഒരു ശോഭ കുറവാണെങ്കിൽ അമ്മ പറയും അത്രത്തോളം പോരാ, എന്തോ ബുദ്ധിമുട്ടുണ്ട് നിനക്ക് ഈ സമയത്ത് എന്നുള്ളത് അമ്മ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു തീനാളത്തിന്റെ ശോഭയിൽ നിന്നാണ് അമ്മ അത് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മള് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് റിയാക്ഷൻ വരും. അതുകൊണ്ടാണ് ഈ ചില പ്രേതങ്ങളെ ആവാഹിക്കുന്ന സമയത്ത് വിളക്ക് വിടും. കേട്ടിട്ടുണ്ട് മാം പോയി ഇന്റർവ്യൂ ചെയ്ത ഒരു പാരാസൈക്കോളജിസ്റ്റ്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂടെ പാരാസൈക്കോളജി, ഞാൻ ഹിപ്നോട്ടിസം ക്ലാസ്സിന് പോയിരുന്നു. ഞാൻ ഇതിനകത്ത് ക്ലാസ്സിന് പോയ ആരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം 2 വീഡിയോ ക്ലാസ്സുകളിൽ ഞങ്ങളെ കാണിച്ചു. അതിനകത്തൊരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ട്. അപ്പം അതിൻ്റെ പവർ മനസ്സിലാക്കാനായിട്ട്, അപ്പോൾ ഈ മാം പോയ ആ സ്ഥലമാണ് ലൊക്കേഷൻ, മനസ്സിലായ? അപ്പോൾ പറയാണ് അതിൻ്റെ മതിലിനപ്പുറത്ത് ഒരു നാസിക് ഡോല് നടക്കുകയാണ്. ഞാൻ കഥ എന്നോട് അതേ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. നാസിക് ഡോല് നടക്കുകയാണ്. അപ്പൊ ഇതൊരു കഥയല്ല എന്ന് മനസ്സിലായ സംഭവമാണ്. അപ്പൊ ഇത് നമ്മള് വീഡിയോ ആണ് കാണുന്നത്. സാറ് പവർ പോയിന്റ് കാണിക്കുകയാണ്, നാസിക് ഡോല് കേൾക്കുന്നുണ്ട്. ഈ കുട്ടീനെ സാറ് കമാൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഞാൻ ഇത് വന്നതാണ്, പാമ്പ് കടിച്ച് മരിച്ചത്, അങ്ങനെ എന്താണെന്ന് സംഭവം പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് ഈ കുട്ടി കണ്ണടക്കുകയാണ്. പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ നമ്മൾ മൈക്കിൽ വെച്ചാലും മൈക്ക് ഓഫ് ആക്കുകയില്ല, അതുപോലെ അത് നിന്നു. എങ്ങനെ നിന്നു? ഇപ്പോൾ ഒരു താളമുള്ളത് നിൽക്കണമെങ്കിൽ പൊട്ടോ ഓരോന്ന് അടിച്ചാണ് നിൽക്കണത്. ഇത് പെട്ടെന്ന് നിന്നു. അപ്പോൾ ആ സാറിനോട് ഞങ്ങൾ ചോദിച്ചു ഇത് എങ്ങനെ നടന്നു. അത് ഒരു പക്ഷേ ഇവരവരുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കാം. ഈ പ്രേതങ്ങൾ സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്, മനസ്സിലായ? നമ്മുടെ മനസ്സ് അതാണ്. ഈ ചില സമയത്ത് ചിലയിടത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിന് അസ്വസ്ഥത വരുന്നത്, ചിലയിടത്ത് പോകുമ്പോൾ മനസ്സിന് സന്തോഷം വരുന്നതിൻ്റെ ഒരു കാര്യം അവിടുത്തെ എനർജിയാണ്. അവിടെ തന്നെ വേറൊരു സംഭവം നടന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഒരു കഴിഞ്ഞ ജന്മത്തിൽ ഒരു സ്നേഹിച്ചിരുന്ന ആള് ഈ സമയത്ത് കോളേജ്, ഇതും പറഞ്ഞു കാണും, കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആ കുട്ടിയോട് ക്രഷ് എന്ന് പറഞ്ഞാൽ ഈ പഴയ ജന്മത്തിലെ ആത്മാവ് ഈ കുട്ടിയിൽ കയറുന്നു. ആ കുട്ടിയല്ല പുനർജനിച്ചിരിക്കുന്നു, പക്ഷെ ആത്മാവ് ഈ കുട്ടിയിൽ കയറി, ആ ആള് പുനർജനിച്ചിട്ടുണ്ട്. അപ്പം ഈ കുട്ടിയിൽ കയറിയിട്ട് ഈ കുട്ടീനെ ക്രഷ് കാണിക്കുകയാണ് അതിൽ. അപ്പോൾ ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കുക. ഈ കുട്ടിയുടെ ആര് വിളിച്ചാലും ആ പയ്യന് ഇഷ്ടമല്ല.
എന്ന് പറഞ്ഞാൽ അവന് താല്പര്യം തോന്നണമല്ലോ, അവൻ ആ ജന്മത്തിന്റെ ഓർമ്മകളൊന്നും അവനില്ല. പക്ഷെ ഇതിൽ കയറുന്ന ആത്മാവ് ആ ഓർമ്മകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട് ഫോൺ അപ്പോൾ ഈ സാറും വിളിച്ച് സംസാരിച്ചു. ഈ കുട്ടീനെ കൗൺസിലിംഗ് കൊടുത്ത് നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനിത് ശരിയാക്കാം. അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്. പക്ഷേ പുള്ളി സമ്മതിക്കുന്നില്ല, ഈ കുട്ടിയുടെ മുന്നിൽ വരാൻ പോലും താല്പര്യമാകുന്നില്ല. അപ്പോൾ കുട്ടിയോട് പറയാതെ ബെല്ലടിക്കുന്നുണ്ട്, ആ കുട്ടി ആ ആൾ എടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുപ്പിക്കും എന്നാണ് പറയുന്നത്. അത് കട്ടായി, പുള്ളി ഫോൺ കട്ട് ചെയ്തു. കുട്ടി പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ഈ സാറ് പിന്നെ അതേ ഫോണിൽ നിന്ന് വിളിച്ചു. പുള്ളി ഫോൺ എടുത്തിട്ട് സാറ് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്, ഇന്ന കുട്ടിയോട് നിങ്ങളൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി സംസാരിക്കുകയാണ്. എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ ഇതിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഇതുണ്ടായിരുന്നു, ജാതി സമ്പ്രദായം വെച്ച് ഒരാളെ കൊല്ലുന്ന ഈ പെൺകുട്ടീനെ കൊന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബന്ധനസ്ഥനാക്കി ഏതായാലും ഇയാളോട് സംസാരിച്ച് ഇത് ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞു ഇത് സംസാരിച്ചില്ലേ ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് സാറ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ ഈ ശരീരത്തിൽ ഇപ്പോൾ കയറി ബുദ്ധിമുട്ടിക്കാതെ, ചിലപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലെ തോന്നലുകളായിരിക്കാം, ഇതൊക്കെ കെട്ടുകഥകളായിരിക്കാം. പക്ഷേ ആ ഇതിൽ സാറ് കൊടുത്ത ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഈ കുട്ടീനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളുടെ ജന്മം മാറി, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളിനി അടുത്ത ജന്മം എടുക്കുക, എന്നിട്ട് ആ ആളെ കല്യാണം കഴിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ഒരാളെ ബന്ധിച്ചു കഴിഞ്ഞാൽ, ഒരാത്മാവിനെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ഇവർ ആ ബന്ധനത്തിൽ നിന്ന് പോകും. ചിലപ്പോൾ ആ വൃക്ഷം വെട്ടി നശിപ്പിച്ച് കാണും. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു അടുത്ത് അഷ്ടമംഗല്യ പ്രശ്നം കേൾക്കാൻ പോയി. വടക്കൻ ജില്ലകളിലുള്ള ഒരാളായിരുന്നു അഷ്ടമംഗല്യം പ്രശ്നം വന്നത്. അദ്ദേഹം അപ്പോൾ ഒരു അനുഭവം പറഞ്ഞു. ഇതര മതസ്ഥരുടെ വീട്ടിൽ അദ്ദേഹം അഷ്ടമംഗല്യ പ്രശ്നം വെക്കാൻ പോയതെന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ളവർക്ക് പലവിധ അസുഖങ്ങൾ, ഇതര മതസ്ഥരാണ് അവർ. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കാഞ്ഞിരമരം നിന്നിരുന്നു. ഇവർ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അവിടെ ഒരു കാഞ്ഞിരമരം നിന്നിരുന്നു. അപ്പോൾ ഈ കാഞ്ഞിരമരം ഇവർ വെട്ടി കത്തിച്ചു.